പ്രിയമുള്ളവരെ, ആനന്ദം യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ശുശ്രൂഷയോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ചാനലിൻ്റെ ലക്ഷ്യം ക്രൈസ്തവ വിശ്വാസത്തിനും ക്രൈസ്തവ സഭയ്ക്കും ക്രൈസ്തവ മത നേതാക്കന്മാർക്കും ക്രൈസ്തവ വിശ്വാസികൾക്കൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും അത് പൊതുജനങ്ങളുടെ മുമ്പിൽ എടുത്തു കാണിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയുടെ ആരംഭത്തിൽ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അധികം സംസാരിക്കേണ്ട കാര്യമില്ല. 2 വീഡിയോകൾ നിങ്ങളെ ഞാൻ ഈ സമയത്ത് കാണിക്കും. ঝামেলা হচ্ছে, বুঝতেই পারছি না। ഭാരതത്തില് ഈ അടുത്ത കാലഘട്ടങ്ങളിലുണ്ടായ ക്രൈസ്തവ പീഡനങ്ങള് നമുക്കെല്ലാവർക്കും അറിയാം. ഓരോ വ്യക്തികൾ വിചാരിക്കും ഓരോ സമയങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങള് അത് നടന്നു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നവരല്ല ക്രൈസ്തവര്. അതെല്ലാം ഞങ്ങളുടെ ഓർമ്മയിൽ വേദനയോടുകൂടി സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ക്രിസ്മസ് കാലയളവില് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളില് ക്രൈസ്തവർക്ക് നേരെയും ക്രൈസ്തവ ആരാധനാലയങ്ങൾക്ക് നേരെയും ക്രൈസ്തവ കരോളുകള്, പുൽക്കൂടുകള്, ക്രൈസ്തവരുടെ അതിന്റെ ആവശ്യ വസ്തുക്കള്, വിൽപ്പനയ്ക്ക് ആവശ്യമുള്ള വസ്തുക്കള് കടകൾ തിരഞ്ഞു പിടിച്ച് നശിപ്പിക്കുകയും കരോളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തൊരു സംഭവം നമ്മൾ മറന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലെ വിശുദ്ധ ഗ്രന്ഥം കത്തിച്ച് ക്രൈസ്തവരെ അവഹേളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൈസ്തവ നേതാക്കന്മാർക്കെതിരെ മെത്രാന്മാർക്കും പുരോഹിതർക്കും സമർപ്പിതർക്കും ഒക്കെ നേരെ നടത്തിയ വിദ്വേഷകരമായ പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ഈ ക്രൈസ്തവ സമൂഹം നോക്കിക്കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളില് പശ്ചിമ ബംഗാളില് നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ദേവാലയം ഹിന്ദുത്വവാദികളെ, RSS ഭീകരരെ, ബജറംഗ് ദൾ പ്രവർത്തകരെ ഭീകരപ്രവർത്തനങ്ങൾ നടത്തി ആ ദേവാലയത്തിന്റെ അഗ്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന കുരിശ് തകർക്കുകയും ദേവാലയം നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചിത്രം നിങ്ങൾ ഇതിനോടൊപ്പം കണ്ടിട്ടുണ്ടാകും. വീണ്ടും ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ 26-ലധികം കുടുംബങ്ങളെ, ക്രൈസ്തവ കുടുംബങ്ങളെ തെരഞ്ഞു പിടിച്ച് അവരുടെ ഭവനങ്ങളിൽ നാട്ടി ഓടിച്ച് അവരൊരു വെളും പ്രദേശത്ത് വന്ന് തമ്പടിച്ചിരിക്കുന്ന ഒരു സീനോട് ഇതിനോടൊപ്പം ഞാൻ കാണിക്കും. നിങ്ങൾ ഈ വീഡിയോ കാണുക ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ജില്ലയിലെ ഭരണ്ട എന്ന ഗ്രാമത്തിൽ. അതെ, കൃത്യമായി ക്രിസ്തുമത വിശ്വാസികളെ, അവർ ക്രിസ്തുമതത്തിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അവർ വർഷങ്ങളായി ക്രിസ്തുമത വിശ്വാസികളാണ്. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 25 നൽകുന്ന ഏത് മതം സ്വീകരിക്കാനും അത് പ്രചരിപ്പിക്കാനും വിശ്വസിക്കാനുമുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുകയാണ് സംഘപരിവാർ. ക്രിസ്തുമത വിശ്വാസികൾ എന്ന ഒറ്റ കാരണത്താൽ അവരെ 26 കുടുംബങ്ങളെ ആ വീടുകളിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. വീടുകളിൽ നിന്ന് മാത്രമല്ല അവരെ പുറത്താക്കിയിരിക്കുന്നത്,
അവരെ ആ ഗ്രാമത്തിൽ നിന്ന് തന്നെ സംഘപരിവാർ പുറത്താക്കിയിരിക്കുകയാണ്. അങ്ങനെ അവർ ഗ്രാമത്തിന് വെളിയിൽ ഒരു തുറന്ന ഭൂപ്രദേശത്ത് വസിക്കുന്നതാണ് നാം ഈ കാണുന്നത്. പോലീസ് പ്രൊട്ടക്ഷനിൽ ഏത് നിമിഷവും അവർ കൊല്ലപ്പെട്ടേക്കാം സംഘപരിവാറിന്റെ ആക്രമണത്തിൽ. അതിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടി പോലീസ് പ്രൊട്ടക്ഷനിൽ ഒരു തുറന്ന ഭൂപ്രദേശത്തേക്ക് അവർ തുറന്ന ഒരു യാതൊരുവിധ ജീവിത സൗകര്യങ്ങളോ യാതൊരുവിധ താമസ സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ഒരു തുറന്ന സ്ഥലത്ത് ജീവിതം ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെ, നമുക്കറിയാം മണിപ്പൂരിൽ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെയാണ് സംഘപരിവാർ കൂട്ടക്കൊല ചെയ്തത്. ഇന്നും 500-ന് മുകളിൽ ചർച്ചുകൾ തന്നെ അവിടെ തകർക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഭീകരത, സംഘപരിവാറിന്റെ ഭീകരത ക്രിസ്ത്യാനികൾക്കെതിരെ നോർത്ത് ഇന്ത്യയിൽ വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ക്രൈസ്തവൻ എന്ന നിലയ്ക്ക് ക്രൈസ്തവ വിശ്വാസത്തിന്റെ മേൽ നടത്തുന്ന അതിക്രമങ്ങള് ക്രൈസ്തവ വിശ്വാസികൾക്ക് കണ്ടില്ലെന്ന് നടിക്കുവാൻ സാധിക്കുകയില്ല. ക്രിസ്തുവിന്റെ മാർഗത്തിനപ്പുറമായിട്ട് ക്രിസ്തു പഠിപ്പിച്ച തത്വസംഹിതകൾക്കപ്പുറത്ത് ക്രൈസ്തവ സമൂഹത്തിന് ഈ വക തെമ്മാടിത്തരങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ കഴിയുന്നില്ലെന്നുള്ളത് വലിയ സത്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിന്റെ മാർഗം പഠിപ്പിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹമാണ്. ഞാൻ നിങ്ങളോട് ഈ മീഡിയയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എത്രയോ ദേവാലയങ്ങള്, എത്രയോ ക്രൈസ്തവ വിശ്വാസികള്, ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രതീകങ്ങളൊക്കെ നമ്മുടെ ഈ രാജ്യത്ത് നശിപ്പിച്ചപ്പോൾ ഏതെങ്കിലും ഒരു ക്രൈസ്തവ പുരോഹിതനോ മതമേലധ്യക്ഷനോ ക്രൈസ്തവ നേതാക്കൾ ആരെങ്കിലും അതിനെതിരെ തിരിച്ച് പ്രതികരിക്കണമെന്ന് ആഹ്വാനം ചെയ്തതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എത്രയോ ക്രൈസ്തവ ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. എത്രയോ ആരാധനാലയങ്ങളോട്, ക്രൈസ്തവ പ്രതിരൂപങ്ങളോട് അവഹേളനപരമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ആരോടെങ്കിലും ഒരു വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിൽ ക്രൈസ്തവർ ആരെങ്കിലും ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് പ്രവർത്തിച്ചതായിട്ട് നിങ്ങൾക്ക് പറയുവാനായിട്ട് കഴിയുമോ? ക്രൈസ്തവൻ തിരിച്ച് പ്രവർത്തിക്കുവാൻ കഴിയാത്തതിന്റെ കാരണം ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ തത്വസംഹിതകളെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരാ ക്രൈസ്തവര്. എന്നാൽ ഞങ്ങൾ പ്രതിഷേധിക്കുകയും ഇത് സ്നേഹത്തിന്റെ ഭാഷയിൽ ഇതിനെതിരെ സംസാരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, മതേതര രാജ്യമായ ഈ ഭാരതത്തില് ഈ നടക്കുന്ന പേക്കൂത്തുകള്, ഈ ആഭാസതരങ്ങള് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ ആളുകളാണ് ഓരോ മുക്കിലും മൂലയിലും ഇത് പ്രവർത്തിക്കുന്നതെന്ന് പറയുമ്പോൾ ലജ്ജാകരമായിട്ട് തോന്നുന്നില്ലേ? ഭാരതത്തിലെ ഓരോ പൗരനും അവരുടെ ആരാധനാലയങ്ങൾക്ക്, വിശ്വാസ ജീവിതത്തിനുമൊക്കെ സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതല്ലെങ്കിൽ ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ മാതിരി പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഒരു നേതാവും ആ ഭരിക്കുന്ന കക്ഷിയുടെ നേതാക്കന്മാരാരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, RSS, BJP, ബജരംഗദൾ പ്രവർത്തകര് ഈ രാജ്യത്ത് കാട്ടിക്കൂട്ടുന്ന മതവിദ്വേഷങ്ങള് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് കണ്ടില്ലെന്ന് നടിക്കുവാൻ സാധിക്കുകയില്ല. അത് ക്രൈസ്തവരുടെ ആലയങ്ങൾക്ക് നേരെ ആണേലും, മുസ്ലിം സമുദായത്തിന്റെ ആരാധനാലയങ്ങൾക്ക് നേരെ ആണേലും, ഏത് വിശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേരെ ആയാലും അത് അപലനീയമാണ് എന്ന് പറയുവാൻ നേതൃത്വത്തിൽ നിൽക്കുന്നവർക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ അതിനൊരു അറുതി വരികയുള്ളൂ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, നമ്മളൊക്കെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പ്രധാനമന്ത്രി ഈ വക പേക്കൂത്തുകൾ കണ്ടില്ല എന്ന് നടിക്കരുത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രധാനമന്ത്രി ഒരു വാക്കുച്ചരിച്ചാൽ ഈ വക പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് അവസാനിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ പൗരസ്വാതന്ത്ര്യം നമുക്കറിയാം. ക്രൈസ്തവ പുരോഹിതർക്ക്, ക്രൈസ്തവ സമർപ്പിതർക്ക്, ക്രൈസ്തവ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം പ്രഘോഷിക്കുവാൻ
ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു പോകുവാൻ ഈ രാജ്യത്ത് പല സ്ഥലത്തും തടയപ്പെടുന്ന, അവരുടെ പ്രവർത്തനങ്ങളെ തടയുന്ന സംഭവങ്ങൾ അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജനാധിപത്യ രാജ്യത്ത്, മതേതര രാജ്യത്ത് ഈ വക പ്രവർത്തനങ്ങൾ ഭൂഷണമാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. പ്രവർത്തകരെ, ഈ വക ചിന്തകള്, ഇവര് കാണിക്കുന്ന ഈ പേക്കൂത്തുകള്, തെമ്മാടിത്തരങ്ങള്, അവാസത്തരങ്ങള്, വിശ്വാസത്തിന്മേൽ നടത്തുന്ന ഈ പ്രവർത്തികള് അരുത് എന്ന് പറയുവാൻ ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരണം എന്നുകൂടെ ഞാൻ ഈ സമയത്ത് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവരെ സംരക്ഷിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായി വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്ന ഒരു ജനസമൂഹമാണ് ഈ കേരളത്തിലുള്ള, അല്ലെ ഭാരതത്തിലുള്ള, ലോകത്തിലുള്ള ക്രൈസ്തവര്. ഈ ക്രൈസ്തവരുടെ സമാധാന ജീവിതത്തെ തകർക്കുവാൻ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് തലവെക്കുമ്പോൾ അതിനെതിരെ ഈ സമൂഹത്തിലുള്ള ജനങ്ങള് പ്രതികരിക്കണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഈ രാജ്യത്തിന്റെ അവസ്ഥ, ഈ രാജ്യത്തിന്റെ പോക്ക് എത്രമാത്രം ഭീകരമായ രീതിയിലേക്കാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഓരോ വീഡിയോകൾ കാണുമ്പോൾ ക്രൈസ്തവർക്ക് നേരെ ഭാരതത്തിന്റെ സ്റ്റേറ്റുകളിൽ നടക്കുന്ന അതിക്രമങ്ങള്, അവരെ തടഞ്ഞു വെച്ച് ജയ് ശ്രീറാം വിളിപ്പിക്കുന്നു, അവരുടെ കഴുത്തിൽ ചെരുപ്പ് മാലയിട്ട് നടത്തുന്നു, മറ്റു ദൈവങ്ങൾക്ക്, മറ്റു വിശ്വാസങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹരിശ്രീറാം വിളിക്കാൻ പഠിപ്പിക്കുന്നു, പ്രേരിപ്പിക്കുന്നു. ഈ വക പരിപാടികളൊക്കെ നമ്മുടെ രാജ്യത്തിന് ഭൂഷണമാണോ? ഓരോരുത്തർക്കും അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാനും സംരക്ഷിക്കുവാനും അത് പ്രഘോഷിക്കുവാനും അത് കൊണ്ടു നടക്കുവാനുമുള്ള ആ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന തന്നിട്ടുണ്ട് എന്നുള്ള ആ ഉറപ്പിന്റെ മേലാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ കക്ഷികളും പ്രവർത്തകരും ഒക്കെ ക്രൈസ്തവ സമൂഹത്തിന്റെ മേൽ നടത്തുന്ന ഈ വക പ്രവർത്തനങ്ങളിൽ നിന്ന് തങ്ങളുടെ അണികളെ മാറ്റി നിർത്തുവാൻ നിർദ്ദേശം കൊടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ക്രൈസ്തവരായ ഓരോ വ്യക്തികൾക്കും അവരുടെ ആരാധനാലയങ്ങളിൽ സ്വാതന്ത്ര്യത്തോടും കടന്നു പോകുവാനും ആരാധിക്കുവാനും അവരുടെ വിശ്വാസം പ്രഘോഷിക്കുവാനുമുള്ള ആ ഒരു അവകാശം അത് കളങ്കപ്പെടുത്തരുത് എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ ചില പ്രദേശങ്ങളിലെല്ലാം ഈ അടുത്ത കാലഘട്ടങ്ങളില് ക്രൈസ്തവ വിശ്വാസത്തിന്റെ മേലെ ഒളിഞ്ഞും തെളിഞ്ഞും അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതൊക്കെ ആശങ്കാപരമായ കാര്യങ്ങളാണ്. ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ഈ വക കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ഇന്ത്യ പ്രധാനമന്ത്രിയും നേതാക്കന്മാരും നിർദ്ദേശം കൊടുത്ത് അവസാനിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് യേശു ഏക രക്ഷകനാണെന്നുള്ള വലിയ സത്യം, ആ ബോധ്യം ഉറച്ച് വിശ്വസിക്കുന്ന ഈ ഞാൻ എന്റെ വിശ്വാസം ഈ രാജ്യത്ത് പ്രഘോഷിക്കുവാൻ അതിനുള്ള സ്വാതന്ത്ര്യം തരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ, എളിയ ചിന്തകൾ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന് സ്തുതി.